ഇന്നിപ്പോൾ അസാന ടിഫിൻ ബോക്സിലേക്ക് ഞാൻ ചിക്കൻ ബർഗർ ആട്ടോ കൊടുത്തു വിടുന്നത്. ഇപ്പോൾ ഇവരുടെ സ്കൂളിൽ മൺഡേസിൽ യൂണിഫൈഡ് ബ്രേക്ക്ഫാസ്റ്റ് ഡേ എന്ന് പറഞ്ഞിട്ട് മൺഡേസിൽ എന്താണോ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോവേണ്ടത് അത് ടീച്ചർ പറയൂ കേട്ടോ, അതാണ് കൊടുത്തു വിടേണ്ടത്. അപ്പോൾ ഇന്ന് കൊണ്ടുപോവേണ്ടത് ചിക്കൻ ബർഗർ ആട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ബർഗറിൻ്റെ പാറ്റിയൊക്കെ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു ബർഗർ ബണ്ണ് ഒന്ന് കട്ട് ചെയ്തിട്ട് ബട്ടറിൽ രണ്ട് സൈഡും ഒന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കുക കേട്ടോ. അതിനുശേഷം അതിലേക്ക് നമ്മുടെ ക്രീം ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കെച്ചപ്പും സ്പ്രെഡ് ചെയ്ത് പിന്നെ ഈ ഒരു പാറ്റിയും കൂടെ വെച്ച് ക്ലോസ് ചെയ്തിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത്. അപ്പം സ്കൂളിൽ ചിലപ്പോൾ കൊണ്ടുപോകുമ്പോഴേക്കും ഈ നമ്മുടെ വെജീസോ ലെറ്റ്യൂസ് ലീഫോ ഒക്കെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും വെച്ചിട്ടില്ല കേട്ടോ. വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ കുക്കുംബറും കാര്യങ്ങളൊക്കെ അതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കും. അപ്പം നമ്മൾ അടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കഴിക്കും കേട്ടോ. സ്കൂളിലാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കഴിക്കാതെ തിരിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് ഈ ഒരു പാറ്റി വെച്ചിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം ഫില്ലിംഗ് ആയതുകൊണ്ട് ഞാൻ വേറൊന്നും വെച്ചിട്ടില്ലായിരുന്നു. പിന്നെ ഫ്രൂട്ട് ബോക്സിലായിട്ട് മാതളവും ഓറഞ്ചും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതേ നമ്മൾ റെഡി ആയിട്ട് താഴേക്ക് പോവാട്ടോ. അപ്പോൾ ഐസ ഉറക്കമായതുകൊണ്ട് ഐസാനെ റൂമിലാക്കിയിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്ന ഇക്ക ഉണ്ട്. അപ്പം ഇന്നിപ്പോൾ നമ്മൾ പോയപ്പോഴുണ്ടല്ലോ അത് ഈ ഒരു പൂച്ച നമ്മുടെ പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ പൂച്ച അങ്ങോട്ട് വരും, ഇങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് വരും. അങ്ങനെ ഫുള്ള് നമ്മുടെ പിന്നാലെ ഉണ്ടായിരുന്നു. എനിക്കും അസാനും പൂച്ചേനെ ഭയങ്കര പേടിയായതുകൊണ്ട് തന്നെ അവിടെ ഒരു ഓട്ട മത്സരവും കാര്യങ്ങളൊക്കെ നടന്ന് അസാനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ തിരിച്ച് റൂമിലേക്ക് വന്നതിന് ശേഷം ആ ഒരു ബട്ടറും ബർഗർ ബന്നും എല്ലാം ഒന്ന് അതിൻ്റെ പ്രോപ്പർ പ്ലേസിലേക്ക് ഒന്ന് ഒതുക്കി വെക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇക്കാക്കുള്ള ബ്രേക്ക്ഫാസ്റ്റും കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. ഞാൻ തലേ ദിവസം മസാല ദോശ ഉണ്ടാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ മസാലയും അതിൻ്റെ ചട്നിയും സാമ്പാറും ഒക്കെ ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പം ദോശമാവിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇനിയിപ്പം ദോശ ഒന്ന് ചുട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ തലേ ദിവസം ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു ഓട്ടപ്പാച്ചിൽ നമുക്ക് എന്താ പറയുക കാണില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട് പറ്റുമേ. അങ്ങനെ ഇതേ ദോശയൊക്കെ ചുട്ടെടുത്ത് എല്ലാം റെഡിയാക്കി ഇനിയിപ്പം സാമ്പാറും ചട്നിയൊക്കെ ഒന്നെടുത്ത് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല. ഇക്ക പോകുമ്പോഴേക്കും ഒരു 6:45 ഒക്കെ ആകുമ്പോഴാട്ടോ പോകുന്നത്. അപ്പോൾ ഇത്രയും നേരത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ അത്ര ഒരു സുഖമില്ല. അപ്പോൾ ഐസ് എഴുന്നേറ്റ് ചില ദിവസങ്ങളിൽ ഐസ് ഈ ഒരു സമയത്ത് എഴുന്നേക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു 7:30 ഒക്കെ ആകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. അങ്ങനത്തെ ടിഫിനൊക്കെ പാക്ക് ചെയ്ത് ഇക്കായും പോയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.